കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 15 ചൊവ്വാഴ്ച 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി 1 മണിയോടെ ആരംഭിച്ച ശക്തമായ പൊടിക്കാറ്റ് ദൂരക്കാഴ്ചയെയും ഗതാഗത സുരക്ഷയെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും വാഹനമോടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അഭ്യർത്ഥിച്ചു. ഇറാഖ്, കുവൈത്ത്, വടക്കൻ കിഴക്കൻ സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ വീശിയടിച്ച ശക്തമായ പൊടിക്കാറ്റിന്റെ തുടർച്ചയായിരിക്കാം ഈ കാലാവസ്ഥയെന്നും വരും ദിവസങ്ങളിൽ രാജ്യത്ത് ചൂട് വർദ്ധിക്കുമെന്നും ബഹ്റൈൻ കാലാവസ്ഥാ കേന്ദ്രം അധികൃതരും വ്യക്തമാക്കി. കടൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കോസ്റ്റ് ഗാർഡും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന കടകളിൽ പുരുഷ ജീവനക്കാരെ നിയമിക്കുന്നത് നിരോധിക്കണമെന്ന ആവശ്യമുന്നയിച്ച് മുഹറഖ് മുനിസിപ്പൽ കൗൺസിൽ. വസ്ത്രങ്ങൾ, തയ്യൽ, അനുബന്ധ സാധനങ്ങൾ തുടങ്ങിയവ വിൽക്കുന്ന കടകളിൽ പുരുഷ ജീവനക്കാരെ നിരോധിക്കണമെന്ന നിർദ്ദേശമാണ് കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ച് വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുല്ല ആദിൽ ഫക്രുവിന് കൈമാറിയിരിക്കുന്നത്. ഇത്തരം കടകളിൽ ഇപ്പോഴും പുരുഷ ജീവനക്കാരുള്ളത് ചില വനിതാ ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് കൗൺസിൽ ചെയർമാൻ അബ്ദുൽ അസീസ് അൽനാർ അഭിപ്രായപ്പെട്ടു. 2017 സമാനമായ ഒരു നിർദ്ദേശം മുഹറഖ് മുനിസിപ്പൽ കൗൺസിൽ മുന്നോട്ട് വച്ചെങ്കിലും അന്നത്തെ മന്ത്രിസഭ അത് തള്ളിയിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 3D സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ബഹ്റൈനിൽ പൂർണ്ണമായും ചിത്രീകരിച്ച സ്റ്റാർസ് ഇൻ ദി ഡാർക്ക്നെസ് എന്ന ഹ്രസ്വചിത്രം കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നീള തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്ന് പിന്നണി പ്രവർത്തകർ അറിയിച്ചു. ലിൻസ് മീഡിയയുടെ സഹകരണത്തോടെ ഇടത്തൊടി ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം ബഹ്റൈനിലെ എപ്പിക്സ് തിയേറ്ററിൽ വെച്ച് നടന്നിരുന്നു. ബഹ്റൈൻ പ്രവാസിയായ ഗായികയും എഴുത്തുകാരിയും കലാകാരിയുമായ ലിനി സ്റ്റാൻലി രചനയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൽ വിനോദ് നാരായണൻ, സമിത എന്നിവരാണ് മുഖ്യവേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ ബഹ്റൈനിൽ നിന്നുള്ള 40-ലധികം കലാകാരന്മാരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര സീരിയൽ രംഗത്ത് അണിയറ പ്രവർത്തകനായിരുന്ന വിനോദ് ആറ്റിങ്ങൽ, ബഹ്റൈൻ പ്രവാസിയായ സ്റ്റാൻലി തോമസ് എന്നിവരാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളായി പ്രവർത്തിച്ചത്. ജേക്കബ് ക്രിയേറ്റീവ് ബീസാണ് സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കൈകാര്യം ചെയ്തത്. ഗാനങ്ങൾ പാടിയിരിക്കുന്നത് പ്രജോത് കൃഷ, ശ്രീഷ്മ ജിലീപ് എന്നിവരാണ്. ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ എടത്തോടി ഭാസ്കരൻ, ലിനി സ്റ്റാൻലി, അജിത് നായർ, ജേക്കബ് ക്രിയേറ്റീവ് ബീസ്, വിനോദ് ആറ്റിങ്ങൽ, സ്റ്റാൻലി തോമസ് എന്നിവർ പങ്കെടുത്തു. എമ്പുരാൻ സിനിമയുടെ വിജയം ആഘോഷപൂർവ്വം സംഘടിപ്പിച്ച് ബഹ്റൈൻ ലാൽക്കേഴ്സ്. കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ആഘോഷയോഗം പ്രസിഡന്റ് FM ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സീരിയൽ സിനിമാ നടൻ ഗോപകുമാർ മുഖ്യാതിഥിയായിരുന്നു. സാമൂഹിക പ്രവർത്തകയായ ജിബി ജോൺ വർഗീസ്, ഡിജിറ്റൽ ഡൈനോ പ്രതിനിധി യദു എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഷൈജു കൻപ്രത്ത് സ്വാഗതവും ട്രഷറർ അരുൺ നെയ്യാർ നന്ദിയും പറഞ്ഞു. കേക്ക് മുറിച്ച് ആരംഭിച്ച ആഘോഷ പരിപാടിയിൽ ബഹ്റൈൻ ജ്വാല മ്യൂസിക് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച മോഹൻലാൽ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത പരിപാടികളും ലാൽക്കേഴ്സ് അംഗങ്ങളുടെ കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച നൃത്ത പരിപാടികളും ആവേശമുയർത്തി. ലാൽക്കേഴ്സ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ. 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ.
സൽമാനിയ കാനോ ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ 26ാമത് സ്ഥാപക ദിനവും ഈ വർഷത്തെ വിഷു ആഘോഷ പരിപാടികളും സൊസൈറ്റി അങ്കണത്തിൽ വർണ്ണാഭമായ രീതിയിൽ സംഘടിപ്പിച്ചു. സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ് മേനോൻ മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി അംഗം മിഥുൻ മോഹൻ ആശംസ നേർന്നു. തുടർന്ന് സൊസൈറ്റി കുടുംബാംഗങ്ങളും കുട്ടികളും അവതരിപ്പിച്ച വിവിധ വിഷു ആഘോഷ പരിപാടികളും അരങ്ങേറി. ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ സ്വാഗതവും വൈസ് ചെയർമാൻ സതീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. എന്റർടൈൻമെന്റ് സെക്രട്ടറി ബിനുമോൻ നേതൃത്വം നൽകിയ പരിപാടിയിൽ അശ്വതി പ്രവീൺ മുഖ്യ അവതാരകയായിരുന്നു. ICF വെസ്റ്റ് റിഫ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും സ്വലാത്ത് മജ്ലിസും വിപുലമായ പരിപാടികളോടെ സമാപിച്ചു. ഉദ്ഘാടന സംഗമത്തിൽ സയ്യിദ് ജുനൈദ് തങ്ങൾ പ്രാർത്ഥന നടത്തി. ഉമ്മർ ഹാജിയുടെ അധ്യക്ഷതയിൽ ICF ബഹ്റിൻ നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി ഉദ്ഘാടനം നിർവഹിച്ചു. MC അബ്ദുൽ കരീം ഹാജി, ഷംസുദ്ദീൻ സുഹ്രി വയനാട്, സുൽഫിക്കർ അലി അയിരൂർ, ഇല്യാസ് സഅദി പേരാമ്പ്ര, ഇസ്മായിൽ മുസ്ലിയാർ, അലി ഹാജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അബ്ദുൽ നാസർ തിക്കോടി സ്വാഗതവും സയ്യിദ് സ്വാലിഹ് തങ്ങൾ നന്ദിയും പറഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ നേതൃത്വത്തിൽ നവംബർ മധ്യത്തോടെ വോളിബോൾ ലീഗ് മത്സരങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നതായി സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരേക്കൽ എന്നിവർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും മികച്ച വോളിബോൾ ടീമുകളെ സഹകരിപ്പിച്ചുകൊണ്ട് അവർക്കായി ബഹ്റൈനിൽ നിന്നു തന്നെ ഫ്രാഞ്ചൈസികളെ കണ്ടെത്തിക്കൊണ്ട് ലീഗ് മാതൃകയിൽ മത്സരങ്ങൾ നടത്താനുള്ള പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് സമാജം ഇൻഡോർ ഗെയിംസ് സെക്രട്ടറി നൌഷാദ് മുഹമ്മദ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും ഫ്രാഞ്ചൈസി സംവിധാനത്തെപ്പറ്റി അറിയാനും 39777801 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്.